ഈ കാണുന്നതാണ് ബാക്ക് ലൈറ്റ് ഐ സി. ഇതിനകത്ത് ഈ B1 എന്നുള്ള പിന്നിൽ B1 എന്നുള്ള ബോർഡിൽ PWM സിഗ്നലാണ് വരുന്നത്. മീൻസ് ഡിസ്പ്ലേക്കകത്ത് നിന്നും പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലാണ് ഇവിടെ വരുന്നത്. എന്തിനാ അതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരുന്ന സിഗ്നലാണ്. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ആക്ച്വലി അതിൻ്റെ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയിലല്ല ചേഞ്ച് വരുന്നത്, സിഗ്നലിൻ്റെ ഡ്യൂട്ടി സൈക്കിളാണ് ചേഞ്ച് ആക്കുന്നത്. ഓൺ ടൈം ഓഫ് ടൈം ചേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു PWM സിഗ്നലിനകത്ത് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, ഈ ഒരു പിന്നിലേക്കാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ നമുക്ക് ബ്രൈറ്റ്നെസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂട്ടാനും കുറക്കാനും സാധിക്കുന്നുണ്ട് ഈ സിഗ്നൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് DSO യൂസ് ചെയ്തിട്ട് എങ്ങനെ അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാതെ നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ആവുന്നു എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ DSOക്കകത്ത് ഇപ്പോൾ ആക്ച്വലി അതിനകത്ത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള PWM സിഗ്നൽ കാണിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസിയാണ് 17.5 kHz ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് ഞാൻ കുറച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ ഓൺ ടൈമിൻ്റെ DSOക്കകത്ത് ഓൺ ടൈമിൻ്റെ സമയം കുറഞ്ഞു വരുന്നത്, ഡ്യൂട്ടി സൈക്കിൾ. അതായത് ഫ്രീക്വൻസി സെയിം ആണ്, അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ ഓൺ ഓഫ് ടൈമാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്രൈറ്റ്നെസ് കുറക്കുന്ന സമയത്ത് അതിൻ്റെ ഓൺ ടൈം കണ്ടോ, ഓൺ ടൈം പ്ലസ് ഓഫ് ടൈം ആണല്ലോ ഡ്യൂട്ടി സൈക്കിൾ. അപ്പോൾ ഇതിൻ്റെ ഓൺ ടൈം കുറഞ്ഞു വന്നു, ഓഫ് ടൈം കൂടി. ഇനി നേരെ മറിച്ച് ഞാൻ ബ്രൈറ്റ്നെസ് കൂട്ടുന്ന സമയത്ത് ആ ഫ്രീക്വൻസി നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രീക്വൻസി സ്റ്റാർട്ടിങ് ടൈമും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എൻഡിങ് ടൈമും ശ്രദ്ധിക്കണം. സിഗ്നലിൻ്റെ അത് സെയിം ആണ്. നേരെ മറിച്ച് ഡ്യൂട്ടി സൈക്കിളിൽ മാറ്റം വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് വെച്ചതിന് ശേഷം എന്ന് പറയാം. ഇത് നോക്കാം, ഇതാണ് ഈ സിഗ്നലിൻ്റെ സ്റ്റാർട്ടിങ് ടൈം. ഓക്കെ, ഇതാണ് സിഗ്നലിൻ്റെ എൻഡിങ് ടൈമാണ്. ഇതിൽ മാറ്റം വരില്ല. സിഗ്നലിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ മാറ്റില്ല, എൻഡിങ് ടൈമിൽ മാറ്റില്ല. നേരെ മറിച്ച് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്യാണ്, ഇത് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നോക്കാം, ഇവിടെയും സെയിം ആയിരിക്കും കേട്ടോ. ബാക്കി അതിനിടയിൽ വരുന്ന എന്താണ്, ഓൺ ടൈം ഓഫ് ടൈമിലാണ് മാറ്റം വരുന്നത്. റെഡി, ഓൺ ടൈം ഓഫ് ടൈമിലാണ് മാറ്റം വരുന്നത്. ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് PWMൻ്റെ ഒരു എക്സാക്ട് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നാണ് PWM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ടാവും, ഡ്യൂട്ടി സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഫ്രീക്വൻസി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് കാണിച്ചിരിക്കുന്നത്.